ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിഷയം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു അങ്ങനെ ആകാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ വീണ്ടും എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം എന്താ? പ്രപഞ്ചത്തിന്റെ നിയമം നിയന്ത്രിതമല്ല. ഏത് സമയത്തും ഈ പ്രപഞ്ചം തകരാം. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട വാണിംഗായിട്ട് പറയുകയാ. ഖുർആൻ തന്നെ പറയുന്നതല്ല, ഈ ഖുർആൻ ഒരു മുന്നറിയിപ്പാണ്. ആർക്കെന്നറിയോ? ഇന്നഹു തദ്കിറ ഫമൻ സദകറ. ഖുർആൻ പറയാണ് കല്ലാ, ഏ മനുഷ്യ കല്ലാ, നീ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്, നീ ചിന്തിച്ചതുപോലെയല്ല. ഇന്നഹു തദ്കിറ, ഇതൊരു മുന്നറിയിപ്പാണ്. ആർക്കാണ് മുന്നറിയിപ്പെന്നറിയോ? ഇന്ന ഫീ ദാലിക ലദിക്റ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് മുന്നറിയിപ്പായി, ജീവിതത്തിന്റെ നന്മയുടെ പാതയിൽ നിലനിൽക്കാനായി. അതുകൊണ്ടല്ലേ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് ആദ്യം ഞാൻ പറയുക, ബാക്കിയുള്ളത് പിന്നീട് പറയണ. സമയം കിട്ടിയാൽ പറയാം. അല്ലാഹു പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയല്ലേ നമ്മുടെ ഭൂമി. ആ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരങ്ങളെ, 66,88,80,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ ഭൂമിയിൽ 10,000 കോടി മുതൽ 50,000 കോടി വരെ ഗാലക്സി ഉണ്ട്. ആ ഗാലക്സികൾ തന്നെ ഏതാണ്ട് ഒരു ഗാലക്സിക്ക് 80,000 ഗോളങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിലെ 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയാണ് ക്ഷീരപഥം. ആ ക്ഷീരപഥമാണ് മിൽക്കി വേ. ആ ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സിയിലെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമല്ലേ നമ്മുടെ ഭൂമി. ഞാനിത് പറയുന്നത് എന്താ? ഖുർആൻ പ്രപഞ്ചം പറയുമ്പോ ആ പ്രപഞ്ചത്തിൽ നമ്മൾ താമസിക്കുന്ന, നമ്മൾ മരിച്ചൊടുങ്ങുന്ന, നാളെ നമ്മൾ കൊണ്ടുപോയി കുടിയെടുത്തിട്ട് മറഞ്ഞാടുന്ന ഭൂമിയില്ലേ, ആ ഭൂമി മാത്രം പ്രപഞ്ചത്തിന്റെ വിഷയമായിട്ട് പറയുകയാ. ഇത് പല ഘട്ടങ്ങളായി നമുക്ക് പറഞ്ഞു തീർക്കാൻ സമയം കിട്ടുന്നത് പോലെ ഒരു വിഷയം പറഞ്ഞാലല്ലേ 2 മണിക്കൂറിൽ ഗുണപാഠമുണ്ടാവൂ. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമി പ്രപഞ്ചത്തിന്റെ അവസാനത്തെ മേൽവിലാസമല്ല. ഞാൻ പറഞ്ഞല്ലോ 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, കോടാനുകോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു മനുഷ്യൻ നടന്നു പോയാൽ 6700 പ്രകാശ വർഷം കഴിഞ്ഞ് ആ മനുഷ്യന് ഒരൊറ്റ ഗോളത്തിന്റെ മറുഭാഗത്തെത്തുമെങ്കിൽ എത്രയോ വിശാലമായ പ്രപഞ്ചമാ. ഒരു സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന പ്രകാശം 7,600 വർഷം ഇതേ വേഗതയിൽ സഞ്ചരിച്ച എവിടെ എത്തുമോ അത്രത്തോളം വിശാലമാണ് ക്ഷീരപഥത്തിന്റെ ഒരേ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ. ആ ക്ഷീരപഥത്തിലെ ഗോളങ്ങൾ മുഴുവനും ഒരാൾ എണ്ണാൻ തീരുമാനിച്ച ഒരു സെക്കൻഡ് കൊണ്ട് 1 എന്ന് പറയുന്ന വേഗതയിൽ എണ്ണിയ പൊന്നുമോനെ 2,500 വർഷം കഴിഞ്ഞാല് ഒരു സെക്കൻഡിൽ 1 എന്ന് എണ്ണത്തിലെണ്ണാൻ തീരുമാനിച്ച 2,500 വർഷം കഴിഞ്ഞാല് അതെണ്ണി തീരുകയുള്ളൂ എങ്കിൽ ആ ക്ഷീരപഥത്തിലെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമായ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമായ ഭൂമിയില്ലേ അല്ലാഹു പറയുകയാണ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എത്രയോ വിശാലമാ. ആ ഭൂമിയെ കുറിച്ചാണ് ഞാൻ പറയുക. ആ ഭൂമിയെ കുറിച്ചിട്ടാണ് പറയുക. അല്ലാഹു നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രപഞ്ചത്തിലെ ബാക്കിയെല്ലാം വിട്ടു. അതിലിപ്പോ ആകാശമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വല്ലപ്പോഴേ വരുമ്പോ പറയാം. ഇപ്പൊ ഒന്ന് പറയാം, ഭൂമി. പ്രപഞ്ചത്തിലെ ഭൂമിയുടെ മേൽവിലാസം മനസ്സിലായ ഇവിടെ BSc കഴിഞ്ഞാൽ B.Ed കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പടഞ്ചനായി, മൗലൂദ് വളർത്തിയിടേണ്ടതായി, പിന്നെ അവൻ വലിയ ആളായി. പൊന്നുമോനെ നീ ആരാ? നീ ആരടാ മോനെ? നീലാംസ്ട്രോങ്. എന്തേ ചന്ദ്രനിൽ കാലുകുത്തി? ചന്ദ്രനി ഇറങ്ങി നിന്നവരെങ്ങൾ എവിടെയും കെട്ടുന്നത്. ചന്ദ്രനി മനുഷ്യൻ കാലുകുത്തി. അതെന്താ കാലുകുത്തി എന്ന് പറയാ? ചന്ദ്രന് കാല് കുത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ അന്തരീക്ഷത്തിൽ സാന്ദ്രത കുറവാണ്.
അതുകൊണ്ട് എത്ര വെയിറ്റുള്ള സാധനം പഞ്ഞി പോലെ ഇവിടെ പറഞ്ഞു നടക്കും. അതുകൊണ്ട് ചന്ദ്രനില് ഇപ്പോ നാസയിൽ അത് പറയാൻ കേട്ടോ, പേടിക്കണ്ട, ശാസ്ത്രമൊന്നുമല്ല എന്റെ പൊന്നു സഹോദരങ്ങളെ. നാസയിൽ പുതിയ ഗവേഷണം നടക്കുക. ചന്ദ്രനിലേക്ക് തീർത്ഥയാത്ര പോകുന്നുണ്ട് ആളുകൾ. 2 വർഷമായിട്ട് പരിശീലനത്തിലാണ്. ചന്ദ്രനിൽ കാല് കുത്തണമെങ്കിൽ 2 വർഷം പരിശീലനം നടക്കും. 2 വർഷമായി അമേരിക്കയിലെ വീട്ടമ്മ സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്തപ്പോൾ നെസ്ലയുടെ കവർ കിട്ടി. കാഡ്ബറീസ് നെസ്ലയുടെ കവർ കിട്ടി. അതിന്റെ സ്ക്രാച്ച് ആൻഡ് വിൻ മത്സരമുണ്ട്. സ്ക്രാച്ച് ചെയ്തപ്പോൾ കിട്ടിയ 1ാമത്തെ പ്രൈസ് ചന്ദ്രനിലേക്ക് വിനോദയാത്ര പോകാൻ അവസരം കിട്ടി. ആ പെണ്ണ് 2 വർഷമായിട്ട് യന്ത്രം കെട്ടിയിട്ട് ചന്ദ്രനിൽ കുത്താനുള്ള പരിശീലനത്തില്. ഒരൊറ്റ രാത്രി കൊണ്ട് ചന്ദ്രനിൽ പോയി കാല് കുത്തിയിട്ട് ഒരൊറ്റ മനുഷ്യരേ ഉള്ളൂ, നബിയുനാ റസൂലുള്ളാഹി. ഒരു പരിശീലനം വേണ്ട. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസ. ഭൂമി എന്ന് പറയുന്ന ഗോളത്തിന് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ചന്ദ്രന്റെ കാല് കുത്തിയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ പോലും അമ്പരപ്പോടെ നോക്കിയിട്ട് പറഞ്ഞെന്താ? ആരാ നീരാംസോങ്ങാരാ? ആദ്യമായിട്ട് അപ്പോളോ വാഹനത്തിന്റെ 8ാമത്തെ പടിയിൽ നിന്ന് 9ാമത് കാലെടുത്ത് വെച്ചത് ചന്ദ്രനിലേക്കാ. ചന്ദ്രന്റെ കാല് കുത്തുമ്പോ നീരാംസോങ് ആദ്യം കുത്തിയ കാലി ഇടത്തെ കാലാണ് കുത്തിയത്. ദൈവത്തോടുള്ള വിരോധം കാരണത്താൽ ദൈവവിശ്വാസിയല്ലേ വലത്തെ കാല് കുത്തുന്നു. ദൈവത്തോടുള്ള വിരോധം കാരണത്താൽ ഇടത്തെ കാല് കുത്തിയിട്ട് നീരാംസോങ് ചന്ദ്രൻ ഇറങ്ങുമ്പോ ആ നീരാംസോങ് 48 മിനിറ്റിലാണ് ചന്ദ്രന് നിന്നത്. അവസാനം തിരിച്ചു വന്നപ്പോ പത്തലേഖരോട് നീരാംസോങ് പറഞ്ഞിരണ്ടാ, ദൈവത്തോടുള്ള അന്ധമായ വിരോധം കാരണത്താൽ ഇടത്തെ കാല് കുത്തി ചന്ദ്രൻ ഇറങ്ങിയവൻ പറഞ്ഞതെന്താ? 48 മിനിറ്റ് ഞാൻ ചന്ദ്രനെ നോക്കി നിന്നു. നീരാംസോങ്ങിന്റെ വാക്കുകളെ കടമെടുത്ത് പറഞ്ഞാൽ കളിപ്പാട്ട കടയിൽ കയറിയ കൊച്ചുകുട്ടിയെ പോലെ എന്തെന്നറിയാതെ അവിടുത്തെ സിറ്റി വൈഭവം കണ്ട് ഞാൻ നോക്കി നിന്നെന്ന് സാക്ഷാൽ നീരാംസോങ് പോലും പറഞ്ഞു പോയാ ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസമില്ലേ സഹോദരങ്ങളെ? പടച്ചറപ്പിനെ തിരിച്ചറിയണോ? ഈ ഭൂമിയിൽ മാന്യനായി ജീവിക്കണോ? പടച്ചറപ്പ് ഭൂമിയെ കുറിച്ച് പറഞ്ഞത് മാത്രം കേട്ടാ മതി. എന്താ ഭൂമി എന്നറിയോ? ആ ഭൂമിക്ക് 3 പ്രത്യേകതയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ ഒരേ ഒരു ഗോളമായ ഭൂമി. ആ ഭൂമിക്ക് 3 പ്രത്യേകതയുണ്ട്. എത്ര പ്രത്യേകത? ഭൂമിക്ക് എത്ര പ്രത്യേകത? 3. വലുത് കെട്ടിട്ട് പോകാനല്ല, ഒരു വിഷയം ഖുർആൻ വിശാലമായി പറയുന്ന ഒരു വിഷയം. ഭൂമിക്ക് എത്ര പ്രത്യേകത? 3 പ്രത്യേകത. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. വിലക്കപ്പെട്ട കനി കഴിച്ചു. അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹുവേ 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 ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ 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 റബ്ബനാ വലംനാ അൻഫുസനാ, പടച്ചവനെ നീ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു പോയി. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങളോട് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടവാളികളാകും. അല്ലാഹുവേ 300 വർഷക്കാലം തന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ആദം നബിയോട് ഹവ്വാ ബീവിയോട് ആദ്യത്തെ മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് പറഞ്ഞു വിടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഭൂമിയെ പരിചയപ്പെടുത്തുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുകയാണ്. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ പോകേണ്ടത് ഭൂമിയിലേക്കാണ്. ആ ഭൂമിയുടെ പ്രത്യേകതയേടാ, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ. ആ ഭൂമിയിൽ പോയി ഒരു നിശ്ചിത കാലം നിങ്ങൾ താമസിച്ചു കൊള്ളുക. എന്നിട്ട് സഹോദരങ്ങളെ, അല്ലാഹു ഭൂമിയുടെ അടയാളം പറഞ്ഞതെന്താ? ഞാൻ പറഞ്ഞതല്ല, അഹ്മദ് കബീറിന്റെ വാക്കല്ല, അല്ലാഹു തന്നെ പറയുകയാണ്. ഖാല ഫീഹാ തഹ്യൂന വഫീഹാ തമൂതൂന വമിൻഹാ തുഖ്റജൂൻ. അല്ലാഹു പറയുന്ന ആദമേ ഹവ്വാ ദമ്പതികളെ അലൈഹിമുസ്സലാത്തു വസ്സലാം